ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു ഷോപ്പിംഗ് അപാരതയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നത് പാടിയിലുള്ള സരവണ സ്റ്റോറിലോട്ടാണ്. കാര്യമായിട്ട് വന്നത് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് മേടിക്കാനാണ്. പക്ഷേ അവസാനം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണം എങ്കിൽ അവസാനം വരെ വീഡിയോ കാണുക, വേറെ രക്ഷയില്ല. സോ എല്ലാവരെയും പോലെ എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഷോപ്പിംഗ് ചെയ്യാൻ. അതിപ്പോൾ എനിക്ക് എത്ര വയ്യെങ്കിലും ഷോപ്പിങ്ങിന് എന്നെ ആരെങ്കിലും വിളിച്ച് ഞാൻ കൂടി അങ്ങ് കണ്ണും പൂട്ടി അങ്ങ് പോകും. സോ എനിക്ക് ഡ്രസ്സ് എടുക്കാനാണല്ലോ പോയത്, അതുകൊണ്ട് എൻ്റെ സെക്ഷനിലോട്ടാണ് ഞാൻ ആദ്യം പോയത്. പക്ഷേ ഈ പ്രാവശ്യത്തെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നും കണ്ണിൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല. സാധാരണ ഒരു 4-5 വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാകും. പക്ഷേ ഈ പ്രാവശ്യം എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കുറേ നോക്കി, അത് ഡ്രസ്സസിന് ഭംഗിയില്ലാത്തത് കൊണ്ട്, ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഒന്നും ആയിരുന്നില്ല. എൻ്റെ മനസ്സിലൊക്കെ ഇന്ന ടൈപ്പ് വേണമെന്നുള്ളത് ഓൾറെഡി സെറ്റായിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം എനിക്ക് കാണുന്നതൊന്നും എൻ്റെ മനസ്സിൽ പിടിക്കുന്നുണ്ടായിരുന്നില്ല. കുറേ നോക്കി. പിന്നെ എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷേ എപ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോഴും കുറച്ചൊക്കെ കഴിഞ്ഞാലൊക്കെ രണ്ടുപേർക്കും ഓക്കെ ഉള്ള രീതിയിലാകുമ്പോൾ അങ്ങ് എടുക്കും. പക്ഷേ ഈ പ്രാവശ്യം അതും നടക്കുന്നുണ്ടായിരുന്നില്ല. അമ്മയ്ക്കും പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല, എനിക്കും കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കണ്ടോ, ഞാൻ തന്നെ കുറേ നോക്കി, അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എൻ്റെ ഭാഗം സെറ്റാവാത്തതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ തുണി മേടിച്ച് ചുരിദാർ തയ്പ്പിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ക്ലോത്ത്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെയുള്ള ഒരുപാട് ക്ലോത്ത്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് എൻ്റെ ഇഷ്ടപ്പെടാത്തതുപോലെയല്ല, ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ ക്ലോത്ത്സ് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൽ കാണിക്കാൻ വിട്ടുപോയ ചില പോർഷൻ ഉണ്ട്. ഞാനത് ആക്ച്വലി വീഡിയോ എടുത്തെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ ഒരു സെക്ഷനിൽ കാണിച്ചത് വെൽവെറ്റ് പോലെയുള്ള അതൊക്കെ ആയിരുന്നു. പിന്നെ ഇതുണ്ടല്ലോ, ഈ ഒരു സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഡിസൈൻസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇതിൽ കണ്ടുകൊണ്ടൊന്നുമല്ല, ഞാനിങ്ങനെ ഓൺലൈൻ പേജസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഐറ്റംസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറേ ബിറ്റ്സും കുർത്തീസും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ഈ കുർത്തിയുടെ കാര്യം വരുമ്പോൾ എനിക്കും അമ്മയ്ക്കും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. എനിക്കിഷ്ടപ്പെടുന്ന അമ്മയ്ക്കും ഇഷ്ടപ്പെടത്തില്ല, അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കും ഇഷ്ടപ്പെടത്തില്ല. പിന്നെ അഗെയിൻ ബാക്ക് ടു എൻ്റെ സെക്ഷൻ. ഈ ബ്ലൂ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടി എനിക്കെന്തോ ഇങ്ങനെ മേടിക്കണമെന്ന് തോന്നിയില്ല. പിന്നെ എൻ്റെ ഭാഗം അങ്ങ് വിട്ടിട്ട് പിന്നെ അനിയന് ടീഷർട്ട് നോക്കാൻ വേണ്ടി പോയി. അവന് കുറച്ച് ടീഷർട്ട്സ് എല്ലാം മേടിച്ചു. പിന്നെ മേലെ നിന്നൊരു വ്യൂ കണ്ടപ്പോൾ ഞാൻ അങ്ങ് വീഡിയോ എടുത്ത് ചുമ്മാ അങ്ങ് ഇതിലിട്ടെന്നേ ഉള്ളൂ. പിന്നെ ഒരു മിറർ കണ്ട് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടൂല. അപ്പം പിന്നെ അനിയനെയും കൂട്ടി ഒരു കുട്ടി വീഡിയോ എടുത്തു. പിന്നെ അടുത്തതായിട്ട് നോക്കിയത് അച്ഛന് ഷർട്ടായിരുന്നു. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഈ ഷർട്ടാണെങ്കിലും അല്ലെങ്കിൽ ജെൻസിൻ്റെ അല്ലെങ്കിൽ ബോയ്സിൻ്റെ ഒക്കെ ഇപ്പോൾ ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ഇത് വരുമ്പോൾ എനിക്കങ്ങനെ സെലക്ട് അറിയത്തില്ല. ഏതാ ഭംഗി, ഏതായിരിക്കും ഇട്ടാൽ സ്യൂട്ടാവുക, അതൊക്കെ വരുമ്പോൾ എനിക്കറിയത്തില്ല. എനിക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന്. പിന്നെ ഇവിടെ ഞാൻ ബൊമ്മക്കുട്ടികളുടെ ഒരു ടോയ്സ്, നമ്മുടെ ബൊമ്മക്കുട്ടികളൊക്കെ ഉള്ളൊരു സെക്ഷൻ കണ്ടേ. ഒന്നും മേടിക്കില്ല എന്നറിയാം, എന്നാൽ അതിലൂടെ ഒന്ന് ചുമ്മാ ഇവരുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെയുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? പിന്നെ ഞങ്ങൾക്കൊരു കുറേ നാളായി ഞങ്ങളുടെ പെർഫ്യൂം എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് മേടിക്കണം എന്ന് കുറേ ആയി വിചാരിക്കുന്നു. അങ്ങനെ ആളെ കൈ കിട്ടിയപ്പോൾ ഒന്ന് നോക്കാമെന്ന് കരുതി. അപ്പോൾ കുറേ എണ്ണം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ കുറേ എണ്ണത്തിൻ്റെ സ്മെല്ലങ്ങ് വന്നതിന് ശേഷം പിന്നെ ഒന്നിനെയും സ്മെല്ല് കിട്ടാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഏതൊന്നും മേടിച്ചെന്ന് തോന്നുന്നു, ഏതാ മേടിച്ചെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് കേട്ടോ ഇത്, കിച്ചൺ സെറ്റ് മേടിക്കുക എന്നുള്ളത്. അതിപ്പോൾ മേടിച്ചില്ലെങ്കിൽ ചുമ്മാ അങ്ങ് കണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കറിയത്തില്ല, എനിക്ക് പ്രത്യേകിച്ച് കുട്ടി ഐറ്റംസിനോടാണ് ഭയങ്കര ഇഷ്ടം. അത് എന്തോ അറിയില്ല, എനിക്ക് ചുമ്മാ അതിങ്ങ് നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇഷ്ടമാണോ ഈ കിച്ചൺ സെറ്റ്, പ്ലേറ്റ്സ്, ബൗള്, ഗ്ലാസ്, കപ്പ്, സ്പൂൺ, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് എനിക്ക് കണ്ടു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ അതിനെന്തൊരു പവറുള്ളത് പോലെ, എന്നെ കാണുമ്പോൾ അങ്ങ് എന്നെ നോക്കുക, എന്നെ മേടിക്കുക എന്ന് പറഞ്ഞ പോലൊരു ഫീലാണ് എനിക്ക്. അങ്ങനെ
സത്യം പറഞ്ഞാൽ അതിലൂടെ പോകുമ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തന്നെ മറന്നുപോയി. പിന്നെയാണ് ഓർത്ത് അയ്യോ എടുത്തിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ വീണ്ടും ഞാൻ അതിലൂടെയൊക്കെ പോയി അങ്ങ് എടുത്തതാണ്. പക്ഷേ ഇവിടെ നിന്ന് എന്തോ ഒരു പ്ലേറ്റ്സ് അങ്ങനെ എന്തോ മേടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ മറന്നുപോയി. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു വോയിസ് ഓവർ ചെയ്യുന്നതൊക്കെ കുറച്ചൊരു ഡേയ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇതാ കുറേ വിഗ്രഹങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വിഗ്രഹങ്ങളും വിളക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതോ ഇരിക്കുന്ന യൂഞ്ഞാല് പോലത്തെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒക്കെ ഞങ്ങൾ കിച്ചണിൻ്റെ ഏരിയയിലോട്ട് പോയി. ഇവിടെ ഞാൻ കാര്യമായിട്ട് നോക്കിയത് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ്. പാനായാലും കുഞ്ഞു കുഞ്ഞ് കുക്കറൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്രേസായി. ഞാൻ ഇങ്ങനെ ചുമ്മാ അങ്ങ് എടുത്ത് നോക്കിയായിരുന്നു. വലുതിലോട്ടൊന്നും കണ്ടില്ല, ഒക്കെ ചെറുതിലോട്ടായിരുന്നു കണ്ണ്. ചുമ്മാ അങ്ങ് എടുക്കുക, ആട്ടിക്കൊടുക്കുക, എന്തൊരു പ്ലഷർ എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ ഇങ്ങനത്തെ നമ്മൾ ഓരോ പൊടികളാണെങ്കിലും കോഫി ടീ ഇതൊക്കെ വെക്കുന്ന കുട്ടി കുട്ടി ഡബ്ബാസ് ഉണ്ടാവില്ല, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അതിങ്ങനെ ഷെൽഫിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതും വെച്ചത് അതിന് പുറമേ കാണുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. കണ്ട ചുമ്മാ അങ്ങ് കുഞ്ഞ് പാൻ കണ്ടപ്പോൾ ചുമ്മാ അങ്ങ് പിടിക്കുക, ആട്ടി നോക്കുക. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പിന്നെ ഈ സാധനം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും പിക്ചറിലൂടെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. അത് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ ഈ സംഭവം എന്താ പേരും കൂടി എനിക്കറിയാം. ഇത് ഹാങ് ചെയ്യുന്ന ആ സാധനമാണെങ്കിൽ മറന്നുപോയി. അതുപോലെ ഈ ജ്വല്ലറി ബോക്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ആഭരണ പെട്ടി. പക്ഷേ എനിക്ക് സ്വയം യൂസ് ചെയ്യാൻ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇങ്ങനെ ചുമ്മാ കണ്ടിരിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഫർണിച്ചേഴ്സിൻ്റെ കടയിൽ പോയി ഒന്നും മേടിക്കാനൊന്നുമല്ല, ചുമ്മാ അങ്ങ് വിസിറ്റ് ചെയ്ത് പോകുന്ന അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഗേൾസിൻ്റെ ഫേവറേറ്റ് സ്പോട്ടായ ഫാൻസി സെക്ഷനിലോട്ട് പോയത്. എനിക്കാണെങ്കിൽ ഓർണമെൻറ്റ്സിൽ ഏറ്റവും ഇഷ്ടം ഇയറിങ്സാണ്. ഇയറിങ്സിൻ്റെ ഒരു ചാകരയായിരുന്നു. അവിടെ ഏതെടുക്കണ്ടേ എങ്ങനെയാണ് നോക്കേണ്ടത് ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയായിരുന്നു. എനിക്കാണെങ്കിൽ ഡ്രസ്സാണ് ഒന്നാമത് മേടിച്ചിട്ടില്ല, അതിന് മുമ്പേ കമ്മൽ നോക്കാൻ പോയ ആളാണ് ഞാൻ. പിന്നെ എനിക്ക് എത്ര കമ്മൽ കിട്ടിയാലും എത്ര ഉണ്ടെങ്കിലും മതിയാവാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ കണ്ടപ്പോൾ ഏതെടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. പിന്നെ അവസാനം ഞാനൊരു ഗ്രീൻ കളറിലുള്ളൊരു കമ്മൽ മേടിച്ചു. ഇതല്ല ഞാൻ എടുത്തത്, ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി പോയിട്ട് എനിക്കൊഴികെ ബാക്കി എല്ലാവർക്കും ഡ്രസ്സ് മേടിച്ച് വന്ന ഒരു ഷോപ്പിംഗ് ആയിപ്പോയി ഗൈസ് ഇത്. പക്ഷേ എനിക്ക് മേടിച്ചു കേട്ടോ. അവസാനം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസിൽ പോയിട്ട് എനിക്കൊരു ഡ്രസ്സ് മേടിച്ചു. പക്ഷേ ഒരു ട്വിസ്റ്റ്, അതെന്നാണെന്നറിയോ? എൻ്റെ ബർത്ത്ഡേക്കാണല്ലോ ഡ്രസ്സ് മേടിക്കാൻ പോയത്. അതപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല, വേറെ സ്ഥലത്ത് നിന്ന് മേടിച്ചു. എങ്കിലും ഞാൻ അതല്ല ബർത്ത്ഡേക്ക് ഇട്ടത്. എങ്ങനെ ഇരിക്കുന്നു ഇപ്പം? ഞാൻ എന്താ ഇങ്ങനെയല്ലേ? പിന്നെ ടയേർഡായിപ്പോയി. ഓഫ് കോഴ്സ് 3 hours ഷോപ്പിങ്ങിലായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളിതോ എന്തൊക്കെയോ മേടിച്ച് കഴിച്ചു. ഇപ്പോൾ ഇതിൻ്റെ പേരൊന്നും വയലിൽ വരുന്നില്ല. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. മേടിക്കാൻ പോയിട്ടാണെങ്കിൽ മേടിച്ചതുമില്ല, എന്നാൽ മേടിച്ചതുമല്ല ബർത്ത്ഡേക്ക് ഇട്ടത്. എൻ്റെ ബർത്ത്ഡേക്ക് ഇട്ട ഡ്രസ്സ് നിങ്ങൾ കണ്ടു കാണും എൻ്റെ മുമ്പത്തെ ഷോർട്സ് കണ്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.